friends, welcome to Xello English. I'm Fabi. And I'm Aksa. So, ഇന്ന് നമ്മൾ കുറച്ച് കോമൺ ആയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ വരുത്തുന്ന മിസ്റ്റേക്സ് നോക്കാൻ പോവാണ് അല്ലേ? സോ നമുക്ക് തുടങ്ങാം. So, first ഞാൻ ചോദിക്കാം. Every students like the teacher. Every students like the teacher. Okay. ഇതിലെ മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാൽ ആക്ച്വലി രണ്ട് മിസ്റ്റേക്സ് ഉണ്ട്. ഒന്ന്, നമ്മൾ എവറി സ്റ്റുഡൻസ് എന്ന് പറയില്ല. ഓക്കെ, എവറി അവിടെ ചേർത്തത് കൊണ്ട് തന്നെ പിന്നെ നമ്മൾ സ്റ്റുഡൻറ് എന്ന് പറഞ്ഞാൽ മതി. എല്ലാ കുട്ടികളും എന്ന് പറയുമ്പോൾ നമ്മൾ എവറി സ്റ്റുഡൻറ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, പ്ലൂറലിന്റെ ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ സ്റ്റുഡൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലൈക്ക് എന്നല്ല പറയേണ്ടത്, ലൈക്സ് എന്ന് പറയണം അല്ലേ? അപ്പൊ നമ്മൾ എവറി സ്റ്റുഡൻസ് ലൈക്ക് ദ ടീച്ചർ എന്ന് പറയുന്നതിന് പകരം എവറി സ്റ്റുഡൻറ് ലൈക്സ് ദ ടീച്ചർ എന്നാണ് പറയുന്നത്. അപ്പോൾ എവരിക്ക് ശേഷം നമ്മൾ പിന്നെ ഒരു പ്ലൂറൽ നൗൺ ആഡ് ചെയ്യാൻ പറ്റില്ല. അതെ, അതാണ് സിംഗുലർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ്. ഓക്കെ, ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റ് യു. നമ്മൾ ലെറ്റർ ഒക്കെ എഴുതുന്ന സമയത്ത് അല്ലേ, നമ്മൾ മെയിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്യുന്ന ഒരു ലൈൻ, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞാൽ പൊതുവെ പറയുന്നതാണ്. കൂടുതൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയൊക്കെ. സോ ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റ് യു എന്നല്ല, ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റിംഗ് യു എന്നാണ്. അപ്പോൾ ഐ ലുക്ക് ഫോർവേഡ് ടു എന്നുള്ളതിന് ശേഷം നമ്മൾ എപ്പോഴും ING ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. പാടുള്ളൂ. സോ ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റിംഗ് യു എന്നാണ് പറയേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ചോദിക്കാം. വേർ ഐ ക്യാൻ ഫൈൻഡ് എ ബാങ്ക്. വേർ ഐ ക്യാൻ ഫൈൻഡ് എ ബാങ്ക്. ഒരു ബാങ്ക് എവിടെ കാണാം, എനിക്ക് എവിടെ കാണാം എന്നുള്ളതാണ്. നമ്മളിപ്പം എന്താ റോഡിലൂടെ നമുക്ക് സ്ഥലം ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല, നമ്മൾ അടുത്ത് കാണുന്ന ഒരാളോട് ചോദിക്കുന്നവരായിരിക്കും ബാങ്ക് എവിടെയാണ്. അതെ, അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾക്ക് ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണ്, പക്ഷെ ഒരു മിസ്റ്റേക്ക് ആണുള്ളത്. വേർ ക്യാൻ ഐ ഫൈൻഡ് എ ബാങ്ക് എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. എക്സാക്ട്ലി. ഓക്കെ, കാരണം എന്താ, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. വേർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ് യൂസ് ചെയ്ത് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. എനിക്ക് എവിടെയാണ് ഒരു ബാങ്ക് കണ്ടുപിടിക്കാൻ പറ്റുക ഈ പരിസരത്ത്, അതൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. ക്വസ്റ്റ്യനിലേക്ക് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് സബ്ജക്റ്റും വേർബിന്റെയും സ്ഥലം നമ്മൾ മാറ്റും. അതെ, ഓക്കെ, ഐ ക്യാൻ എന്നുള്ളത് മാറ്റി നമ്മൾ ക്യാൻ ഐ എന്നാണ്. സോ വേർ ക്യാൻ ഐ ഫൈൻഡ് എ ബാങ്ക്. സോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എപ്പോഴും വേർബ് ഫസ്റ്റ് വരണം, എന്നിട്ടാണ് സബ്ജക്റ്റ് നൗൺ വരാൻ പാടുള്ളൂ. അങ്ങനെയാണ്. കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐ ഡോണ്ട് നോ ഹു ആർ യു. നമുക്കൊരാളെ അറിയില്ലെങ്കിൽ, എനിക്ക് നിങ്ങളെ അറിയില്ല, എനിക്ക് നിങ്ങൾ മനസ്സിലായില്ല, ഐ ഡോണ്ട് നോ ഹു ആർ യു എന്ന് പറയും. ഓക്കെ, ആരാന്നറിയില്ല. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലത്തെ സെയിം സിറ്റുവേഷൻ ആണ്. ഐ ഡോണ്ട് നോ ഹു ആർ യു അല്ല, ഐ ഡോണ്ട് നോ ഹു യു ആർ എന്നാണ്. കാരണം ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, എനിക്ക് നിങ്ങളെ അറിയില്ല, ആരാന്ന് അറിയില്ല, മനസ്സിലായില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഹു ആർ യു എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ആരാണ് എന്നാണ്. അപ്പോൾ അത് സ്റ്റേറ്റ്മെന്റ് ആക്കണമെങ്കിൽ ആദ്യം സബ്ജക്റ്റ് വരണം, അല്ലെങ്കിൽ നൗൺ വരണം. ഹു യു ആർ എന്നാണ്. ഹു ആർ യു അല്ല, ആർ ആദ്യം വന്നാൽ അതൊരു ക്വസ്റ്റ്യൻ ആയി. സോ ഹു യു ആർ എന്നാണ് വരുന്നത്. നെക്സ്റ്റ്, പ്ലീസ് എക്സ്പ്ലെയിൻ മീ ഹൗ ടു ഇംപ്രൂവ് മൈ ലാംഗ്വേജ് സ്കിൽസ്. എൻ്റെ ലാംഗ്വേജ് സ്കിൽസ് എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ എന്നാണ് ചോദിക്കുന്നത്. മനസ്സിലാക്കി തരുമോ? ഓക്കെ, നമ്മൾ എപ്പോഴും എക്സ്പ്ലെയിൻ എന്നുള്ള വാക്ക് പറഞ്ഞു കഴിയുമ്പോൾ ഇപ്പം പറഞ്ഞു തരുമോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പം ഞാനത് വേറൊരാളോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ എക്സ്പ്ലെയിന് ശേഷം നമ്മൾക്ക് ടു എന്നുള്ള വേർഡ് വേണം. ഓക്കെ, സോ പ്ലീസ് എക്സ്പ്ലെയിൻ മീ എന്നല്ല, പ്ലീസ് എക്സ്പ്ലെയിൻ ടു മീ. ഓക്കെ, പ്ലീസ് എക്സ്പ്ലെയിൻ മീ എന്ന് പറഞ്ഞാൽ എന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായി പോകും അല്ലേ, മീനിങ് മാറിപ്പോകും. അപ്പം നമ്മൾ എന്ത് പറയണം, പ്ലീസ് എക്സ്പ്ലെയിൻ ടു മീ. പിന്നെ എന്താണോ ബാക്കി, ഇവിടെ നമുക്ക് എന്താ ഉള്ളത്, ഹൗ ടു ഇംപ്രൂവ് മൈ ലാംഗ്വേജ് സ്കിൽസ്. സോ പ്ലീസ് എക്സ്പ്ലെയിൻ ടു മീ ഹൗ ടു ഇംപ്രൂവ് മൈ ലാംഗ്വേജ് സ്കിൽസ്. ഓക്കെ, നെക്സ്റ്റ് വൺ. എൻ്റെ അനിയന് 10 വയസ്സുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടി പലരും പറഞ്ഞു കേട്ടേക്കുന്ന ഒരു സാധനമാണ് മൈ ബ്രദർ ഹാസ് 10 years. ഓക്കെ, സോ ഇസ് ഇറ്റ് റൈറ്റ് ഓർ റോങ്? അപ്പോൾ ശരിയാണ്, പല സ്റ്റുഡൻസായിട്ട് ഡീൽ ചെയ്യുമ്പോൾ അവർ പറയുന്നുണ്ട്, ഇപ്പോൾ അവന് 10 വയസ്സുണ്ട്, മകന് 10 വയസ്സുണ്ടെന്ന് പറയുമ്പോൾ മൈ സൺ ഹാസ് 10 year old അല്ലെങ്കിൽ 10 years old എന്ന് പറയും. ശരിക്കും നമ്മളൊരു വയസ്സ് പറയുമ്പോൾ ഒരിക്കലും ഹാസ് ചേർക്കില്ല, ഈസ് തന്നെ ചേർക്കണം. ദാറ്റ് ഈസ് കമ്പൾസറി, അങ്ങനെയാണ് വരുള്ളൂ. സോ മൈ ബ്രദർ ഇസ് 10 year old അല്ലെങ്കിൽ മൈ സൺ ഇസ് 10 year old എന്ന് വേണം പറയാൻ. സോ അത് മെയിൻ ആയിട്ടുള്ള പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മലയാളത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്, ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി അതാണ് പ്രശ്നം. സോ നെക്സ്റ്റ് വൺ ഞാൻ ചോദിക്കാം. ഷീ സെഡ് മീ ദാറ്റ് ഷീ ലൈക്ഡ് യു. ഓക്കെ, നമുക്ക് സെഡ് ഉപയോഗിക്കണമെങ്കിൽ അത് ഇപ്പം ഒരാൾ മാത്രം വൺ സൈഡ് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ സെഡ് വെച്ച് പറയാൻ പറ്റുള്ളൂ. ഷീ സെഡ് ഷീ ലൈക്ഡ് യു, അത് ഓക്കെയാണ്. ഓക്കെ, അതേസമയം എന്നോട് പറഞ്ഞു എന്ന് വരത്തണമെങ്കിൽ ഷീ ടോൾഡ് മീ എന്നാക്കണം. അവൾ എന്നോട് പറഞ്ഞു എന്നാണെങ്കിൽ ഷീ ടോൾഡ് മീ ദാറ്റ് ഷീ ലൈക്ഡ് യു. അപ്പോൾ ഷീ സെഡ് മീ അല്ല, ഷീ ടോൾഡ് മീ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഷീ ടോൾഡ് ഹിം, ഷീ ടോൾഡ് ഹെർ എന്ന് വേണം പറയാൻ. ഷീ സെഡ് ഹെർ അല്ലെങ്കിൽ ഷീ സെഡ് ഹിം എന്ന് പറയാൻ പറ്റില്ല. അതെ. ഓക്കെ,
Next question. It's more hot now. It's more hot now. Okay. അപ്പോൾ മുന്നത്തേക്കാ ചൂടുണ്ട് ഇപ്പോൾ മുന്നത്തേക്കാ ചൂടുണ്ട് ഇപ്പോൾ എന്ന് കാണിക്കാനാണ്. അപ്പം മോർ ഹോട്ട് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം ഹോട്ടിന് അതിൻ്റെതായ ഒരു കമ്പാരിറ്റീവ് ഡിഗ്രി ഉണ്ട്. ഹോട്ടർ എന്നുള്ള ഒരു വേർഡ് ഉണ്ട്. സോ ഇറ്റ്സ് ഹോട്ടർ നൗ എന്നാണ്. ഇറ്റ്സ് മോർ ഹോട്ട് എന്നല്ല. കാരണം ഹോട്ടർ എന്ന് വെച്ചാൽ തന്നെ മോർ ഹോട്ട് എന്നാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു കമ്പാരിറ്റീവ് ഡിഗ്രി അവിടെ ഉണ്ട്. സോ ഇറ്റ്സ് ഹോട്ടർ നൗ എന്നാണ് പറയേണ്ടത്. നെക്സ്റ്റ് ഞാൻ ചോദിക്കാം. ഇത് ഭയങ്കര കോമൺ ആയിട്ട് എല്ലാവരും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദിസ് ടോപ്പിക്, ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദാറ്റ് ടോപ്പിക് നൗ എന്ന് പറയും. ഇത് നമ്മുടെ ടീച്ചേഴ്സ് ക്ലാസ്സിൽ പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മയാണ്. നൗ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് എന്ന്. പക്ഷേ ഡിസ്കസ് അബൌട്ട് എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. കാരണം ഡിസ്കസ് എന്ന് വെച്ചാൽ തന്നെ ടു ടോക്ക് അബൌട്ട് എന്നാണ്. അപ്പൊ നമ്മൾ ഡിസ്കസ് അബൌട്ട് എന്ന് പറഞ്ഞാൽ ടു ടോക്ക് അബൌട്ട് എന്നായിപ്പോ അല്ലെ. അപ്പൊ ആ ഒരു റിഡൻഡൻസി ഒഴിവാക്കാൻ വേണ്ടി വിൽ നെവർ സേ ഡിസ്കസ് അബൌട്ട്, വിൽ ജസ്റ്റ് സേ ലെറ്റ്സ് ഡിസ്കസ് ദി ടോപ്പിക്. യെസ്, അങ്ങനെ ലെറ്റ്സ് ഡിസ്കസ് ദിസ്, ലെറ്റ്സ് ഡിസ്കസ് ദാറ്റ് ആണ്. ഡിസ്കസ് അബൌട്ട് എന്നുള്ളത് തെറ്റാണ്. കറക്റ്റ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെസ് ദാൻ 50 people showed up for the presentation. ഇത് ശരിയാണ്. ലെസ് ദാൻ 50 people എന്ന് നമ്മൾ പറയൂ എന്ന് നമ്മൾക്ക് പറയാൻ പറ്റില്ലാത്തതിന്റെ കാരണം നമുക്ക് പകരം വേറൊരു ബെറ്റർ വേർഡ് യൂസ് ചെയ്ത് പറയാം. കാരണം നമ്മൾ എപ്പോഴും ലെസ് ഉപയോഗിക്കുന്നത് അൺകൗണ്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറയാൻ വേണ്ടിയാണ്. ഓക്കെ, ദെയർസ് ലെസ് സാൻഡ് ഇൻ ദിസ് ബീച്ച് സംതിങ്. ഓക്കെ, അവിടുത്തെ സാൻഡിനെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ലെസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. ഈ കേസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഫ്യൂവർ എന്ന വേർഡാണ്. ഓക്കെ, ഫ്യൂവർ ദാൻ 50 people showed up for the presentation. 50 people ആണ്, കൗണ്ടബിൾ ആണ്, ആളുകളാണ്, കൗണ്ടബിൾ ആണ്. അതുകൊണ്ട് ലെസ് അല്ല ഫ്യൂവർ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The people that came to the party are my relatives. Okay, the people that came to my party, the party are my relatives. അപ്പോൾ that എന്നല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്. കാരണം people എന്ന് പറയുമ്പോൾ അത് that അല്ല, അത് who ആണ്. So the people who came to my party are my relatives ആണെന്നാണ് പറയേണ്ടത്. ഇവിടെ വേറൊരു കാര്യം കൂടെ നമ്മൾ പറയേണ്ടത് റിലേറ്റീവ്സ് ആണ്. എല്ലാവരും ചോദിക്കും റിലേറ്റീവ്സ് അല്ലെന്ന്. നമ്മുടെ ബന്ധുക്കൾക്ക് റിലേറ്റീവ്സ് എന്നല്ല പറയേണ്ടത്. ദാറ്റ്സ് എ റോങ് പ്രൊനൗൺസിയേഷൻ. ആക്ച്വലി ഇറ്റ്സ് റിലേറ്റീവ്സ്. സോ നമ്മൾ സാധനങ്ങളെ പറ്റിയാ പറയുന്നതെങ്കിൽ ദാറ്റ് ഉപയോഗിക്കാം. ആളുകളെ പറ്റി പറയുന്നെങ്കിൽ ഹൂ യൂസ് ചെയ്യണം. Okay, so I think that's it. I think we closed 10 questions today. So ഇനി മറ്റൊരു വീഡിയോയിൽ ഇതുപോലെ കാണുന്നത് വരെ, this is Akshay Abraham. This is Fabi signing off from Xello English. Bye bye.